ഫേസ്ബുക്കിൽ നിന്ന് പൈസ വരുന്നത് മാത്രമല്ല, പൈസ പോകുന്ന വഴിയും കൂടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഫേസ്ബുക്കിന് അടച്ചാലേ ഇത് നമുക്ക് അപ്രൂവ് ആവുമോ എന്നുള്ളത്. ഈ ഒരു മെറ്റാ വെരിഫിക്കേഷനും ഈ ഒരു ബൂസ്റ്റിങ്ങിൻ്റെ കാര്യം പറയാൻ വേറൊന്നുമല്ല. എന്നോട് കുറച്ച് പേര് ചോദിച്ചതാണ്, ഇത് രണ്ടും നിർബന്ധമാണോ? അതായത് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ ഇത് രണ്ടും ചെയ്താലേ ഇത് നടക്കുള്ളൂ, നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഫേസ്ബുക്കിന് അടച്ചാലേ ഇത് നമുക്ക് അപ്രൂവ് ആവുമോ എന്നുള്ളത്. ഒരിക്കലുമല്ല. ഇത് രണ്ടും ചെയ്തില്ലെങ്കിലും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ നമ്മുടെ അക്കൗണ്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആണെങ്കിൽ ഫേസ്ബുക്ക് നമുക്ക് തരും. അതായത് ഈ കോണ്ടന്റ് മോണിറ്റൈസേഷൻ. എന്നോട് കുറച്ചധികം ആൾക്കാർ ചോദിച്ചതാണ്, എന്താണ് ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ എന്താണ് മെറ്റാ വെരിഫിക്കേഷൻ എന്നുള്ളത്, ഇതിന് നമ്മൾ പൈസ അങ്ങോട്ട് അടയ്ക്കണോ എന്നുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ബൂസ്റ്റിംഗ്. നിങ്ങൾ ഏതൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്താലും, എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്താലും, എന്തൊരു പോസ്റ്റ് നിങ്ങൾ ചെയ്താലും അതിന് തൊട്ട് താഴെ ആ ഒരു പോസ്റ്റ് ചെയ്ത സമയത്തും അല്ലാണ്ട് സമയത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബൂസ്റ്റിംഗ്. എന്താണ് ബൂസ്റ്റിംഗ്? നമുക്ക് ഫോളോവേഴ്സായിട്ട് കുറച്ച് പേരേ ഉള്ളൂ. എന്നാൽ നമ്മൾ ചെയ്യുന്ന പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ കുറച്ചധികം ആൾക്കാർ കാണണമെന്ന് നമുക്കുണ്ടെങ്കിൽ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ വീഡിയോ ഫേസ്ബുക്ക് നമുക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തിക്കും. അതിന് നമ്മൾ ഫേസ്ബുക്കിന് പൈസ കൊടുക്കണം. അതാണ് ബൂസ്റ്റിംഗ്. ഈ ബൂസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം 10 ദിവസത്തേക്കാവാം, 5 ദിവസത്തേക്കാവാം, 2 ദിവസത്തേക്കാവാം. നമുക്ക് തീരുമാനിക്കാം എത്ര ദിവസം ഇത് ഫേസ്ബുക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റു കാഴ്ചക്കാരിലേക്ക് എത്തിക്കണം, എത്ര പേരിലേക്ക് എത്തിക്കണം എന്നുള്ളത്. അതിനനുസരിച്ചാണ് നമ്മൾ ഫേസ്ബുക്കിന് പൈസ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കൊടുക്കുവാണ്, ഒരു ദിവസം 1500 തൊട്ട് 2000 ആൾക്കാരിലേക്ക് വെച്ച് 3 ദിവസത്തേക്ക് എത്തിക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള പൈസയാണ് ഫേസ്ബുക്ക് നമ്മളോട് പറയുന്നത്. അത് നമ്മൾ ഫേസ്ബുക്കിന് അടച്ചു കൊടുക്കണം. ആ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്പറും നമ്മുടെ ATM കാർഡും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഫേസ്ബുക്കിന് കൊടുക്കുന്നത്. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫേസ്ബുക്കിന് പൈസ പോകും. 600, 800, 1000 രൂപയൊക്കെ ആയിരിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല നല്ല പോസ്റ്റ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്കും മറ്റു ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചോളും. രണ്ടാമത്തെ കാര്യമാണ് മെറ്റാ വെരിഫിക്കേഷൻ. 639 രൂപ അല്ലെങ്കിൽ 640 രൂപ അല്ലെങ്കിൽ 45 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഓഫറുകൾ കാണുന്നത്. എന്താണ് മെറ്റാ വെരിഫിക്കേഷൻ? നമ്മുടെ അക്കൗണ്ട് ഒറിജിനൽ ആണ് അല്ലെങ്കിൽ പക്ക ഫേക്ക് അല്ല എന്നുള്ള നിലയിൽ കാണിക്കാനാണ് മെയിനായിട്ട് ഇത് കാണുന്നത്. നിങ്ങൾ പല അക്കൗണ്ടുകളിലും കണ്ടിട്ടുണ്ടാകും ഒരു നീല ടിക്ക് മാർക്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ സൈഡിൽ, നമ്മുടെ പേരിൻ്റെ അല്ലെങ്കിൽ ഫോട്ടോയുടെ സൈഡിൽ ഒരു നീല ടിക്ക് മാർക്ക്. ഈ ടിക്ക് മാർക്കിൻ്റെ വിലയാണ് ഈ 45 രൂപ ഇപ്പം ഓഫറിൽ വരുന്നത്. പിന്നീട് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഫേസ്ബുക്ക് ഇത് 639 രൂപയാകും. ഈ 639 എന്ന് പറയുന്നത് മാസത്തിലാണ് കേട്ടോ. മാസം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലാണ് ഈ നീല ടിക്ക് മാർക്ക് വരുന്നത്. വലിയ വലിയ സെലിബ്രിറ്റീസിനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ മെറ്റാ വെരിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ടിക്ക് മാർക്ക് നമ്മുടെ അക്കൗണ്ടിൽ വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഈ ഒരു ടിക്ക് മാർക്ക് ചെയ്യാനാണ് ഈ 45 രൂപയുടെ ഓഫർ ഫേസ്ബുക്ക് ഇപ്പം വെച്ചേക്കുന്നത്. അല്ലാത്ത പക്ഷം അത് 639 രൂപ. ഇതെല്ലാം എന്താണെങ്കിലും മാസം ഉള്ള പേയ്മെൻ്റ് ആയിരിക്കും ഇത്. ഇതിനും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ATM കാർഡും നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിന് പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യവും, ഈ ബൂസ്റ്റിങ്ങും ഈ മെറ്റാ വെരിഫിക്കേഷനും ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് നമ്മുടെ ഇഷ്ടമാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട. പൈസ കളയണമെങ്കിൽ ചെയ്യാം, പൈസ കളയാനില്ലെങ്കിൽ ചെയ്യണ്ട. അത്രേ ഉള്ളൂ. അതും ഫേസ്ബുക്ക് മോണിറ്റൈസേഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് രണ്ടും ചെയ്തില്ലെങ്കിലും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ നമ്മുടെ അക്കൗണ്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആണെങ്കിൽ ഫേസ്ബുക്ക് നമുക്ക് തരും.